എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ടാൻസറോ അവനാണെങ്കിൽ രണ്ട് വടിയൊക്കെ കയ്യിലേന്തി ആ പെൺകുട്ടികളുടെ അടുത്തേക്ക് വരും. എനിക്ക് എങ്ങനെയെങ്കിലും ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീത്തിങ് അത് 24 hours കംപ്ലീറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. സോ ഞാൻ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്നെ എഴുന്നേൽപ്പിക്കണം. ഈ വടി വെച്ച് തല്ലിയെങ്കിലും നിങ്ങൾ എന്നെ എഴുന്നേൽപ്പിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കമ്പൽ ചെയ്യണം. അതിനാ കുട്ടികൾ ഓക്കെ പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ ചെക്കൻ്റെ വന്ന് നിൽക്കുകയാണ്. ടാൻജിറോ അവൻ സാധാരണ ഒരു പച്ചയായ മനുഷ്യനാണ്. സോ കുറെ നേരമൊക്കെ അവൻ ട്രെയിനിങ് എടുത്ത് ഇപ്പൊ പതിയെ ഉറങ്ങി പോവാണ്. അടുത്ത നിമിഷം നമ്മുടെ പെൺപുലികള് അവറ്റകൾ അങ്ങനെ ചാടി വീണ് അവനെ അറഞ്ചം പൊറഞ്ച് അടിക്കുകയാണ്. ടാൻജിറോ ചാടി എഴുന്നേറ്റ് ഐ എം സോറി ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാണ്, ഇനി ഞാൻ ഉറങ്ങില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ട്രെയിനിങ് എടുക്കാൻ തുടങ്ങും. ഹീറോ അവനെ കൊണ്ട് പറ്റുന്നതിനപ്പുറം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഹാർഡായിട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. അവനെ കട്ടയ്ക്ക് നിന്ന് ആ 3 പെൺകുട്ടികളും സപ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ സപ്പോർട്ടൊക്കെ കിട്ടി ഹീറോ നന്നായിട്ട് ട്രെയിനിങ് എടുത്ത് ഫുൾ ബോഡി ട്രെയിനിങ്ങിന് വേണ്ടി ഇപ്പൊ കോനോന്റെ അടുത്തേക്ക് വരും. ഹീറോ ആണെങ്കിൽ വാശിയോടുകൂടെ കോനോനെ ടച്ച് ചെയ്യാൻ അവളുടെ അടുത്തേക്ക് വരും. ഒരുപാട് നേരം അവൻ ശ്രമിച്ചിട്ടും അവളെ തൊടാനോ ആ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാനോ ഹീറോയെ കൊണ്ട് സാധിക്കില്ല. ഹീറോ ആണെങ്കിൽ അവന്റെ ലക്ഷ്യബോധം കൈവിടാതെ അവളോട് പറയും ഐ എം സോറി, ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഞാനിത് കംപ്ലീറ്റ് ചെയ്യും. ഓനോനാണെങ്കിൽ ഹീറോ സോറി പറയുന്നൊന്നും തീരെ ഇഷ്ടാവില്ല. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് നമ്മുടെ പന്നിത്തലേനും ചെമ്പമുടിയനും അവർ രണ്ടുപേരും അവിടെ എന്താ നടക്കണമെന്ന് അറിയാനായിട്ട് മറഞ്ഞു നിൽക്കുകയാണ്. ഹീറോ അവരെ രണ്ടുപേരെയും അകത്തേക്ക് വിളിക്കും. അത് കണ്ട് ഷോക്കായ അവരാണെങ്കിൽ അയ്യോ ഇല്ല ഞങ്ങളില്ല, ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ട്രെയിനിങ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടാവാൻ ശ്രമിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത അല്പസമയം കഴിയുമ്പോൾ ആ പെൺകുട്ടികൾ അവരാ ബോട്ടിൽ കൊണ്ടുവന്ന് ഹീറോയുടെ കയ്യിൽ കൊടുക്കും. അവന്റെ സകല പവറും എടുത്ത് ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീത്തിങ് പവർ ഉപയോഗിച്ച് ആ കുപ്പിയിലേക്ക് ആഞ്ഞൂതും. അവന്റെ എയറിന്റെ ശക്തിയിൽ ഇപ്പൊ ആ കുപ്പി അത് പൊട്ടിത്തെറിക്കുകയാണ്. വാവ് സൂപ്പർ എന്ന് പറഞ്ഞ് കുട്ടികളും നമ്മുടെ ഹീറോയും എല്ലാവരും തുള്ളിച്ചാടി സന്തോഷിക്കും. അപ്പൊ ദൂരത്തായിട്ട് നമ്മുടെ ചെക്കന്മാർ അവരാണെങ്കിൽ അതെല്ലാം നോക്കിക്കണ്ട് അങ്ങനെ നിൽക്കും. ഹീറോയുടെ മുൻപിലേക്ക് ആ പെൺകുട്ടി വലിയ ബോട്ടിൽ കൊണ്ടുവരും. അടുത്ത തവണ നീ തീർച്ചയായിട്ടും ഈ വലിയ ബോട്ടിൽ അത് തകർത്ത് കളയണമെന്ന് പറയും. അതിന് ഹീറോയും ഓക്കെ പറഞ്ഞ് നൈറ്റ് ആവുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ റൂമിലേക്ക് വരും. നെക്സ്റ്റ് ഡേ നമ്മുടെ ഹീറോ അവൻ നേരത്തെ തന്നെ ട്രെയിനിങ്ങിനായി പുറത്തേക്ക് പോയി. ചെമ്പമുടിയനാണെങ്കിൽ ഇതൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ. ഞാനും അവന്റെ കൂടെ ട്രെയിനിങ്ങിന് പോയാലോ? ഞാനിവിടെ വെറുതെ ഇരുന്ന എനിക്ക് യാതൊരു പവറും ബിൽഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഞാൻ ഇവിടെ തന്നെ ഇരിക്കണോ അതോ അവൻ്റെ കൂടെ പോകണോന്നൊക്കെ ചിന്തിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആവും. ഉടനെ അവന്റെ കുരുവി അവന്റെ അടുത്തേക്ക് വന്ന് ബഹളം വെക്കുകയാണ്. അവന് കാര്യം പിടികിട്ടും, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനും ഇന്നു മുതൽ ട്രെയിനിങ് ചെയ്യാൻ പോവാണ്. അത് കേട്ടാ പന്നിത്തലേനും പറയും നിന്റെ കൂടെ ഞാനും ഉണ്ട്. അവർ രണ്ടുപേരും സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ ഷിനോബുവിന്റെ അടുത്തേക്ക് വരും. ഷിനോബു, നിനക്ക് വിരോധമില്ലെങ്കിൽ നമ്മുടെ ചെക്കൻ ടാൻജിറോ അവൻ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുക്കുന്നത് എന്നൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? അതറിയാൻ കഴിയുകയാണെങ്കിൽ ഞങ്ങൾക്കും ഒരു പ്രചോദനമാകും. അടുത്ത ദിവസം മുതൽ ഞങ്ങളും ട്രെയിനിങ്ങിന് ഇറങ്ങും. നമുക്കാണെങ്കിൽ അവരുടെ തീരുമാനം കേട്ട് ഒരുപാട് സന്തോഷം. നിങ്ങൾ ഈ തീരുമാനം എടുത്തത് ശരിക്കും അടിപൊളിയാണ്. ടാൻജിറോയുടെ ലക്ഷ്യം അത് മറ്റൊന്നുമല്ല 24 hours ടോട്ടൽ കോൺസെൻട്രേറ്റിംഗ് ബ്രീത്തിങ് പവർ അത് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് അവന്റെ ഏക ലക്ഷ്യം. അതിനവർ രണ്ടുപേരും സിമ്പിളായിട്ട് പറയും ഓ ഇതാണോ ഇത്ര വലിയ കാര്യം, ഞങ്ങൾക്കിത് വളരെ നിസ്സാരമാണെന്ന് പറഞ്ഞ് അവരും ഇപ്പൊ ട്രെയിനിങ് എടുക്കാനായിട്ട് തുടങ്ങും. പക്ഷേ എന്താ അല്പസമയം കഴിയുമ്പോഴേക്കും നമ്മുടെ ആശാമാർ രണ്ടുപേരും അതിൽ ഫെയിലാവും. അവർ സ്ട്രെയിറ്റ് ആയിട്ട് ഹീറോയുടെ അടുത്തേക്ക് വരും. ഹീറോ അവനെ കൊണ്ട് കഴിയും പോലെ ചില ടിപ്സൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്കാണെങ്കിൽ അതും ക്ലിയർ ആവില്ല. അതിന് ഷിനോബു അവിടേക്ക് വന്ന് അവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അവരും ഇപ്പൊ ഹീറോയെ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഹാർഡായിട്ട് ട്രെയിനിങ് എടുക്കുകയാണ്. ടാൻജിറോ അവിടേക്ക് വന്ന് അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയാണ്. കോനോനാണെങ്കിൽ അവിടേക്ക് വന്ന് ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്യാണ്. ഉടനെ അവളിപ്പോ അവളുടെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ കോനോന്റെ ചെറുപ്പകാലം കാണിക്കും. അവൾ ചെറുപ്പം മുതലേ ജനിച്ചു വളർന്നത് ഒരു ചേരി പ്രദേശത്താണ്. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അവളുടെ അച്ഛനും അമ്മയും തുച്ഛമായ പണത്തിനു വേണ്ടി അവളെ ഒരു ദുഷ്ടന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആളാണെങ്കിൽ മാനസികവും ശാരീരികവുമായിട്ട് അവളെ ഒരുപാട് ഉപദ്രവിച്ചതിന് ശേഷം ഇപ്പോ ഒരു കയറിൽ കെട്ടി മൃഗത്തെ വിൽക്കാൻ കൊണ്ടുപോകുന്നത് പോലെ അവളെ വിൽക്കാനായിട്ട് ഇപ്പോ ചന്തയിലേക്ക് വരികയാണ്. അപ്പൊ കറക്റ്റ് സമയത്ത് ഷിനോഗുവിന്റെ ചേച്ചി അവിടേക്ക് വരികയാണ്. അവള് കോനോനെ കണ്ട് അവളെ കെട്ടിയിട്ടിരിക്കുന്ന ആളോട് ചോദിക്കും എന്തിനാണ് ഈ കൊച്ചുകുട്ടിയോട് ഇത്രയും ക്രൂരത? അവളൊരു മൃഗത്തെ പോലെ ട്രീറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു? അവള് അത്രയും ചെറിയൊരു കുഞ്ഞല്ലേ?
അതിനവൻ ദേഷ്യപ്പെട്ട് പറയും, ഇവള് എൻ്റെ സ്വന്തമാണ്, എനിക്കിഷ്ടമുള്ളത് ഞാൻ ഇവളിൽ ചെയ്യും, അത് ചോദ്യം ചെയ്യാൻ ആരും എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ ഫുൾ കലിപ്പില് അവിടുന്ന് കടന്നു പോകാൻ ശ്രമിക്കും. ഷിനോഗുവിന്റെ ചേച്ചിയാണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ കോനോനോട് അവളുടെ പേര് ചോദിക്കും. പക്ഷേ അവളാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. ഉത്തരം ഒന്നും പറയാതെ അവൾ അങ്ങനെ മിണ്ടാതെ നിൽക്കും. അതിന് ആ മൊട്ടത്തലയൻ അവൻ ഫുൾ കലിപ്പില് ഷിനോഗുവിന്റെ ചേച്ചിയെ തള്ളി മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്ക് ഷിനോഗു അവള് ചാടി വന്ന് അവന്റെ കൈ അങ്ങനെ തട്ടിത്തെറിപ്പിക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ചേച്ചിയെ തൊടാൻ ശ്രമിക്കും. മൊട്ടയ്ക്കാണെങ്കിൽ വേറെ വഴിയില്ലാതെ അവരോട് പറയും, നിങ്ങൾക്ക് ഇവളെ തൊടണമെങ്കിലും സംസാരിക്കണമെങ്കിലും എനിക്ക് പണം തരണം, അതിനുശേഷം നിങ്ങൾക്ക് ഇവളെ കൊണ്ടുപോവാം. അത് കേട്ട ഷിനോഗു ഒരുപാട് പണം അവന് നേരെ വലിച്ചെറിഞ്ഞ് കോനോനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. കോനോനെ കൂട്ടിക്കൊണ്ടുവന്ന അവരാണെങ്കിൽ അവൾക്ക് നല്ല വസ്ത്രങ്ങളും ഭക്ഷണവും ഒക്കെ കൊടുക്കും. അവർ പറയുന്ന കാര്യങ്ങൾ അതെല്ലാം അക്ഷരം പ്രതി കോനോൻ അനുസരിക്കും. അവർ പറഞ്ഞാൽ മാത്രമേ അവൾ ഭക്ഷണം കഴിക്കൂ, അവൾ പറഞ്ഞാൽ മാത്രമേ അവൾ ഉറങ്ങൂ. അങ്ങനെ എല്ലാം കൊണ്ടും അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കുകയാണ് കോനോൻ. ഉടനെ ഷിനോബുവിന്റെ ചേച്ചി ഒരു കോയിൻ എടുത്ത് ഇപ്പോൾ കോനോന്റെ കയ്യിൽ കൊടുക്കും. നിനക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സമയം വരികയാണെങ്കിൽ ഈ കോയിൻ ഉപയോഗിച്ച് ടോസ് ചെയ്ത് നിനക്ക് തീരുമാനം എടുക്കാൻ കഴിയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. കോനോനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ആ കോയിനിലേക്ക് തന്നെ നോക്കി നിൽക്കും. കട്ട് ചെയ്ത അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോയും നമ്മുടെ രണ്ട് ആശാമാരും അവരാണെങ്കിൽ ട്രെയിനിങ് എടുക്കുകയാണ്. അപ്പൊ ദൂരത്തു നിന്നായിട്ട് രണ്ടുപേര് നടന്നു വരുന്നത് അവർ കാണും. ഹീറോയ്ക്ക് മനസ്സിലാവും അതിലൊരാള് ആഗനസുകയാണെന്ന്. ഹീറോ ആളെ നോക്കി ഒരുപാട് സന്തോഷത്തില് കൈയൊക്കെ വീശി കാണിക്കും. ആഗനസുകയാണെങ്കിൽ ഓടി വന്ന് ഇപ്പൊ ഹീറോയോട് ദേഷ്യപ്പെടും. നീ ആ സ്ക്വാഡ് അത് നശിപ്പിച്ചല്ലേ, എന്റെ സ്ക്വാഡ് അതെനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഹീറോയും കൂട്ടി അകത്തേക്ക് പോകും. മറ്റൊരു ഭാഗത്ത് ആ പന്നിത്തലയൻ അവനാണെങ്കിൽ വലിയൊരു കല്ലെടുത്ത് അവന്റെ സ്ക്വാഡ് തല്ലി പൊട്ടിക്കുകയാണ്. പന്നിത്തലേന്റെ സ്ക്വാഡ്സ്മാൻ ആണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. അവനാണെങ്കിൽ പന്നിത്തലേനെ അടിക്കാൻ ഓടി വരും. ഹീറോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവനെ തടഞ്ഞു നിർത്തും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഹീറോ അവനാണെങ്കിൽ എല്ലാ പ്രാക്ടീസിലും ട്രെയിനിങ്ങിലും കോനോനെ തോൽപ്പിക്കുകയാണ്. അത് കാണുമ്പോൾ നമ്മുടെ ചെമ്പൻ തലേനും പന്നിത്തലേനും അവർക്ക് രണ്ടുപേർക്കും കുറച്ച് അസൂയാവും. അവരാണെങ്കിൽ ഹീറോ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്തോ അതുപോലെ അവരും ഇപ്പൊ ട്രെയിനിങ് എടുക്കും. ഹീറോ ആണെങ്കിൽ നോബുവിന്റെ അടുത്തേക്ക് വന്ന് ചെക്കപ്പ് ചെയ്യും. അവനാണെങ്കിൽ ഇപ്പൊ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്, യാതൊരു കുഴപ്പമില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോ ഇപ്പൊ അവന്റെ അനുജത്തിയുടെ അടുത്തേക്ക് വരും. അവളാണെങ്കിൽ ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. ഹീറോ അവളോട് പറയും, നീ നന്നായിട്ട് ഉറങ്ങിക്കോ, നമുക്കൊരു ദീർഘയാത്ര പോവാനുണ്ട്, സോ നിനക്ക് ഒരുപാട് പവർ ആവശ്യമായിട്ട് വരും. കട്ട് ചെയ്താ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ കാണിക്കും. അതിൻ്റെ ഉള്ളിൽ ഒരു ജയന്റ് ഡീമൻ. ആ ഡീമൻ ഒരു മനുഷ്യനെ കടിച്ചു മുറിച്ച് തിന്നുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.